കോൺഗ്രസ് നേതാവും ലോക്സഭാ സ്ഥാനാർത്ഥിയുമായ അധീർ രഞ്ജൻ ചൗധരിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മമതാ ബാനർജി. അധീർ രഞ്ജൻ ചൗധരി ബിജെപിയുടെ ഏജന്റായെന്നും ഇന്ത്യ മുന്നണിയെ വഞ്ചിക്കുകയാണെന്നും മമത ആരോപിച്ചു. കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിനെതിരായ അധീർ രഞ്ജന്റെ പരാമർശം വിവാദമായിരുന്നു. നിതിൻ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, എന്താണ് മമതയെ പ്രകോപിപ്പിച്ചത്? വേണു, മുർഷിദാബാദിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലിക്കിടെയാണ് രാജ്യത്തിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ച് അധീർ രഞ്ജൻ ചൗധരി പ്രസംഗിച്ചത്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം അതിൽ കോൺഗ്രസും CPM-ഉം മതേതരത്വം സംരക്ഷിക്കാൻ അനിവാര്യമാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അതേസമയം തന്നെ അടുത്ത വാക്കുകൾ, അതിനുശേഷമുണ്ടായ വാക്കുകളാണ് പിന്നീട് ശരിക്കും മമതാ ബാനർജിയെ പ്രകോപിപ്പിച്ചത്. തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് BJP-ക്ക് വോട്ട് ചെയ്യുന്നതാണെന്നൊരു പ്രസംഗം ഇന്നലെ അധീർ രഞ്ജൻ ചൗധരി നടത്തിയിരുന്നു. ഇതിനുശേഷം വലിയ വിമർശനം തൃണമൂൽ കോൺഗ്രസ് ഉന്നയിച്ചു. അതേസമയം തന്നെ അധീർ രഞ്ജൻ ചൗധരിയുടെ പ്രസംഗം അത് BJP സമൂഹ മാധ്യമങ്ങൾ അടക്കം അത് വലിയ ചർച്ചയ്ക്ക് തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ അധീർ രഞ്ജൻ ചൗധരി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അധീർ രഞ്ജൻ ചൗധരിക്ക് BJP-യുടെ ശബ്ദമാണ്, BJP-യുടെ ഏജന്റായിട്ടാണ് അധീർ രഞ്ജൻ ചൗധരി ബംഗാളിൽ പ്രവർത്തിക്കുന്നതെന്ന വിമർശനമാണ് ഇപ്പോൾ മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ വഞ്ചകനാണ് അധീർ രഞ്ജൻ ചൗധരി എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യെ പുറത്താക്കാൻ വേണ്ടി ഒരു വിശാല സഖ്യമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇന്ത്യ സഖ്യത്തിലെ ഒരു പാർട്ടിക്കെതിരെ അധീർ രഞ്ജൻ ചൗധരി തന്നെ, കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരി തൃണമൂൽ കോൺഗ്രസിനേക്കാൾ വോട്ട് ചെയ്യുന്നത് BJP-ക്കാണെന്ന ഒരു പ്രസംഗം നടത്തിയത് അത് വലിയ വിമർശനമായി തന്നെ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലടക്കം രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ മമതാ ബാനർജിയും ശക്തമായ ഭാഷയിൽ മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. വേണു, ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.